ഞാനിപ്പോൾ നിൽക്കുന്നത് ഒമാൻ മസ്കറ്റിലെ ഒരു ലുലുവിലാണ്. അവരുടെ ഗാർഡന, അതായത് നമുക്ക് ചെടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നാട്ടിലുള്ള മണി പ്ലാന്റ്, പിന്നെന്താ സ്നേക്ക് പ്ലാന്റ്, മണി പ്ലാന്റ് തന്നെ ധാരാളം പല വെറൈറ്റി ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മൾ തെങ്ങലും മാവിലും ഒക്കെ പടക്കുന്ന കുറേ ചെടിയുണ്ട്. ഇതിനകത്ത് കാണാത്തത് ഈ ചെടി ഇത് മാത്രമേ ഉള്ളൂ. ഇത് പടരുന്ന കണ്ടിട്ടില്ല. ചേമ്പേടി പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് പടരുന്ന ഒരെണ്ണം പല വേറെ കളർ കണ്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ്. ആന്തൂറിയം ഇതിനൊക്കെ ഭംഗി. ഇതിനെക്കാട്ടി കൂടുതൽ ഇതിൻ്റെ എല്ലാം ഹാങ്ങിങ് പോട്ടുകൾ കാണാനാണ് നല്ല ഭംഗിയാണ്. പിന്നെ സ്റ്റേറ്റ് പ്ലാന്റ് തന്നെ വേറെ വെറൈറ്റി ഉണ്ട്. പിന്നെ വേണ്ട ഇതിൻ്റെ ഒന്നും എനിക്ക് പേരറിയത്തില്ല. ഇതൊക്കെ വീട്ടിലുണ്ട് ഇഷ്ടം പോലെ നാട്ടിൽ. ഇത് അത്തിമരം. അത്തിമരം എന്നിങ്ങനെ പറയുന്നത് ഷോർട്ടാക്കി നിർത്തത്തില്ല, എന്തോ ഇത് പറയുന്നത്, എന്തോ ഗ്രാഫ്റ്റിങ് എന്തോ ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ ചെടിയുണ്ട്. ഫ്രഷ് ബാക്കി കാണിച്ചു. ഇവിടെ ഒമാനിലെ ലുലുവിലെ ചെടി വിൽക്കാൻ വെച്ചേക്കുന്ന ചെടി അതിൻ്റെ രസമുണ്ട് കാണാൻ നോക്കാം. മണി പ്ലാന്റ്, ബാമ്പു. ഈ സംഭവം അറിയാമോ? നമ്മുടെ നാട്ടിൽ തേയിലയിൽ നിൽക്കുന്ന സാധനമാണ്. ഇതിന് എത്രയാ വില? അതിന് സംഭവം 2,450. 2,450 എന്ന് പറയുമ്പോൾ എങ്ങനെ പോയാലും ഒരു 500 രൂപയ്ക്ക് അപ്പുറമായി. ഗവൺമെൻറ് നാട്ടിൽ സുലഭമായി നിൽക്കുന്ന ചെടിയാണ്. അതിലും അതെ 2,600. ബാമ്പു. വാവ്, താഴെയൊക്കെ ഉണ്ട് പരവതാനിയൊക്കെ വിരിച്ച്. ചെടിച്ചട്ടി, ഹാങ്ങിങ് ചട്ടികളൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഇതെല്ലാം പേരുകളുണ്ട്. പിന്നെ നമ്മുടെ സ്നേക്ക് പ്ലാന്റ്, അതിന് ഒരെണ്ണത്തിന് ഒരു ചട്ടിക്ക് 6 റിയാൽ. 6 റിയാലെന്ന് വെച്ചാൽ 1,200 രൂപ. എൻ്റെ അമ്മോ, ഇതിലധികം ചെടിയും നാട്ടിൽ വീട്ടിൽ അയ്യത്തും നോർമൽ ചട്ടിയിലൊക്കെ വെച്ചേക്കുന്ന ആർക്കും ഒരു വിലയില്ല. ഇവിടെ നോക്കി നിൽക്കുന്ന അതെല്ലാം കൂടെ പറിച്ച് ഇവിടെ കൊണ്ടൊന്ന് വിറ്റാലോ എന്ന് തോന്നുന്നു. എന്തുവായത് ചിന്തിക്കാൻ പോലും വയ്യ. വേണ്ട, ഇതൊക്കെയെന്ന് വെച്ചാൽ കാട് പോലെ വീട്ടിൽ നിൽക്കുന്ന ഇതും ടച്ച് ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാം ടച്ച് ചെയ്തിട്ടുണ്ട്.